നമസ്കാരം. കേന്ദ്ര ഏജൻസികളും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇതിന് ആദ്യമായിട്ടല്ല കേന്ദ്ര ഏജൻസികളും പശ്ചിമ ബംഗാൾ സർക്കാരും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. പക്ഷേ ഇപ്പോൾ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു റെയ്ഡ് തടസ്സപ്പെടുത്തി എന്നുള്ളത് വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കമ്പനിയായ അല്ലെങ്കിൽ PR കമ്പനിയായ ഐപാക്കിൻ്റെ ഓഫീസിലും അതുപോലെ തന്നെ ഐപാക്കിൻ്റെ ഡയറക്ടറായ പ്രതീക് ജെയിനിൻ്റെ വസതിയിലുമടക്കം 15ഓളം കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നത്. ആ റെയ്ഡിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്ന റെയ്ഡിനിടയിലാണ് മമതാ ബാനർജി പോലീസുകാരുമൊത്ത് കയറി വരികയും ആ റെയ്ഡ് തടസ്സപ്പെടുത്തുകയും അവിടെ നിന്നും ഫയലുകൾ പിടിച്ചെടുത്തു കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിനെ ന്യായമായി മമതാ ബാനർജി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP ചെയ്തത് എന്നാണ്. അതായത് തൻ്റെ പാർട്ടിയുടെ രഹസ്യങ്ങൾ മുഴുവൻ ഐപാക്കിൻ്റെ ഓഫീസിലുണ്ട്. ആരാണ് സ്ഥാനാർത്ഥികൾ, എവിടെയൊക്കെയാണ് നേതാക്കൾ മത്സരിക്കുന്നത്, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ തൃണമൂൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഐപാക്കിൻ്റെ ഓഫീസിലുണ്ട്. ഇത് ചോർത്താനാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ചെയ്തത് എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ BJPയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പറയുന്നത് അങ്ങനെയല്ല. വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐപാക്കിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടി വന്നത്. തൃണമൂൽ കോൺഗ്രസും അവരുടെ PR കമ്പനിയും തമ്മിൽ ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്നതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് എന്നാണ്. കേന്ദ്ര സർക്കാരും ഇതുതന്നെ ആവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ ആരുടെയും നിയന്ത്രണത്താൽ പ്രവർത്തിക്കുന്നവരല്ല, അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. തെരഞ്ഞെടുപ്പോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നതല്ല. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന റെയ്ഡ് എന്നാണ്. ഇതിൽ കേന്ദ്രം പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഐപാക്ക് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ തന്നെ ചർച്ചാ വിഷയമാകുന്നത് 2014 തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടിയാണ്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ചരിത്ര വിജയം തന്നെയാണ് നേടിയത്. അതുവരെ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഭാരതത്തിലെ ഈ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെട്ടിരുന്നത് അവിടെ ഒറ്റകക്ഷി ഭരണം എന്ന ഒരു സമ്പ്രദായം തന്നെ അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി കൂട്ടുകക്ഷി മന്ത്രിസഭകളുടെ കാലമാണ് എന്നാണ്. പക്ഷേ അങ്ങനെ വിലയിരുത്തിയിടത്ത് BJP വമ്പൻ വിജയം, ചരിത്രപരമായ വിജയം നേടുകയും ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് ഐപാക്കിൻ്റെ അസോസിയേഷൻ ഉള്ളപ്പോഴാണ്. ഐപാക്കാണ് ആ സമയത്ത് നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി PR വർക്ക് നടത്തിയതും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തതുമല്ല. അതിനുശേഷം ഐപാക്കിന് ഡിമാൻഡ് ഏറി വന്നു. ഈ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, തമിഴ്നാട്ടിലെ DMK ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ, YSR കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ ഐപാക്കിനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് കമ്പനി പെട്ടെന്ന് വളരുന്നതാണ് നമ്മൾ കണ്ടത്. ആ വളർച്ച അത് അത്ഭുതകരമായ വളർച്ചയായിരുന്നു. പ്രശാന്ത് കിഷോർ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ അന്ന് ഐപാക്കിനൊപ്പം ഉണ്ടായിരുന്നു. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം അത് തീർച്ചയായും TMCക്ക് സമ്മാനിച്ചത് ഐപാക്ക് ആണ് എന്ന ഒരു വലിയ സംസാരമുണ്ട്. പക്ഷേ അപ്പോഴും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ തിളങ്ങാൻ ഐപാക്കിന് സാധിച്ചില്ല. അതായത് YSR കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു, മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. അവിടെയെല്ലാം ഏറ്റെടുത്ത ദൗത്യം വലിയ പരാജയമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശാന്ത് കിഷോർ തനിക്ക് പുതിയതായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഐപാക്ക് വിട്ടുപോകുന്നു. അതിനുശേഷം പ്രതീക് ജെയിനിൻ്റെയും ഋഷിരാജ് സിംഗിൻ്റെയും വിനേഷ് ചാന്ദേലിൻ്റെയും നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് കമ്പനി പൂർണ്ണമായും വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് ഈ ഇന്ത്യയൊട്ടുക്കും പ്രവർത്തിക്കുന്ന ഒരു PR കമ്പനി എന്ന നിലയിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനിയായി നമ്മൾ ഐപാക്കിനെ കണ്ടു. അതായത് തൃണമൂൽ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം, തൃണമൂൽ കോൺഗ്രസിൻ്റെ PR ചെയ്യുന്ന കമ്പനി എന്ന ഒരു രീതിയിലല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ വിഭാഗമായി പോലും ഈ ഐപാക്ക് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അവിടുത്തെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി പറയുന്നത് ഈ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി TMCയുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിരുന്നു ഐപാക്ക് എന്നാണ്. അത്രമാത്രം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി
വേട്ടയാടുന്നതിലും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കന്മാരുമായി കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നതിലുമൊക്കെ ഈ ഐപാക് നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. മാത്രമല്ല, ഈ അടുത്തിടെ നടന്ന പല അഴിമതികളിലും ഐപാക്കിനും കൂട്ടുപങ്കാളിത്തമുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കൽക്കരി കടത്ത് കേസ്. അതായത് ഈസ്റ്റേൺ കോൾ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന കൽക്കരിപ്പാടങ്ങൾ, ആ കൽക്കരിപ്പാടങ്ങളിൽ നിന്നും ഈ കൽക്കരി വൻതോതിൽ കൽക്കരി മോഷ്ടിക്കുകയും കടത്തുകയും ചെയ്തു. അത് പശ്ചിമ ബംഗാളിലെ തന്നെ ചില പല ഫാക്ടറികൾക്കും വിൽക്കുകയും ചെയ്തു. അങ്ങനെ 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാക്കിയ അഴിമതിയാണ് ഈ കോൾ അഴിമതി കേസ്, അതായത് കൽക്കരി കടത്ത് കേസ്. ഈ കൽക്കരി കടത്ത് കേസിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി, ഉന്നത നേതാക്കന്മാരുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ ഈ അടുത്ത കാലത്ത് ആരോപണം ഉയർന്നിരുന്നു. 2020 മറ്റോ CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള മമതാ ബാനർജിയുടെ ഏറ്റവും അടുപ്പക്കാരനായ അഭിഷേക് ബാനർജിയെ വരെ CBI ചോദ്യം ചെയ്തിരുന്നതാണ്. ഈ കേസിലാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. PMLA ആക്ട് പ്രകാരമാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഈ കൽക്കരി കടത്തുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ 10,000-കണക്കിന് കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ രാജ്യവിരുദ്ധമായി നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. ഈ ഹവാല ഇടപാടുകളിൽ ഐപാക്കിനും പങ്കുണ്ട് എന്ന ഒരു സംശയത്തിൻ്റെ ഒരു നിഴലിലാണ് ഇപ്പോൾ ആ കമ്പനിയുള്ളത്. ഐപാക്കിൻ്റെ ഈ അഴിമതി കേസിലുള്ള പങ്കാളിത്തമാണ് ഇപ്പോൾ ഈ റെയ്ഡ് ക്ഷണിച്ചു വരുത്തിയത്. ആ റെയ്ഡാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതാ ബാനർജി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത് എങ്ങനെയാണ് അന്വേഷണത്തെ ബാധിക്കുക, ഇനി അങ്ങോട്ട് വിചാരണയെ ബാധിക്കുക എന്നത് തീർച്ചയായും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. മമതയ്ക്ക് പോലും ദോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും വിധമാണ് മമതയുടെ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കാരണം ഈ കേസുകൾ കോടതിയിലെത്താൻ സാധ്യതയുണ്ട്. പല ഘട്ടങ്ങളിലും ജാമ്യവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ്, എത്രമാത്രം തടസ്സങ്ങൾ നേരിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് തങ്ങൾ ഈ അന്വേഷണം പൂർത്തിയാക്കിയത് എന്ന് അന്വേഷണം ഏജൻസി കോടതിയിൽ പറയും. അത് തീർച്ചയായും പ്രതിഭാഗത്ത് തൃണമൂൽ കോൺഗ്രസോ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ നേതാക്കളോ ആണ് എങ്കിൽ തീർച്ചയായും അവർക്ക് പ്രതികൂലമായി ബാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്ന് മമതാ ബാനർജി ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പും മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയും ഇപ്പോൾ വലിയ യുദ്ധത്തിലാണ്. ആ യുദ്ധമുഖത്ത് അവർ മുഖാമുഖം നിൽക്കുകയുമാണ്. ഇത് പ്രധാനമായും അഴിമതി കേസുകളുമായി ബന്ധമുള്ളതാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണെന്നുമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച കൊഴുക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.